പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് സെപ്റ്റംബർ 30 ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 19 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. അവിടുന്ന് ഞങ്ങൾക്ക് ഈ ഡെയിലി ബ്രെഡ് കിട്ടുന്ന ഈശോയെ, ഇന്നത്തെ മക്കളുടെ ആവശ്യത്തിന് അങ്ങനെ പ്രത്യേക സാന്നിധ്യവും സംരക്ഷണവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നത്തെ മക്കളുടെ ചിന്തകൾ, ഇന്ന് മക്കൾ പേടിക്കുന്ന വിഷയങ്ങൾ, സങ്കടപ്പെടുന്ന സാഹചര്യങ്ങൾ,
ആലോചിക്കുന്ന വിഷമതകൾ എല്ലാം കർത്താവ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ യാത്ര, നിൻ്റെ ജോലി, നിൻ്റെ സംരംഭങ്ങൾ, നീ ഉത്തരം കൊടുക്കേണ്ട വ്യക്തികൾ, നിന്നെ അലട്ടുന്ന മാനസികാവസ്ഥകൾ കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴക്കിട്ട് പോയി മക്കൾ വിളിക്കാത്ത മക്കൾ, ഫോൺ എടുക്കാത്ത മക്കൾ, സംസാരിക്കാത്ത വ്യക്തികൾ, അവിടെ എല്ലാം കർത്താവിന് സിദ്ധിസ്ഥനെ സമർപ്പിച്ചതിനെ പ്രാർത്ഥിക്കുന്നു. കല്യാണങ്ങൾ വന്നും പോയിരിക്കുന്നു, പല പല കല്യാണം നടക്കുന്നില്ല. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും ഒത്തുചെയ്യ സമയമാകുമ്പോൾ പണമില്ലാത്ത അവസ്ഥ വരുന്നു. എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാതെ നിൽക്കുന്ന, അന്തം മുട്ടി നിൽക്കുന്ന മക്കളെ അവരെ കർത്താവിൻ്റെ നാമത്തിൽ അവരെ ആശീർവദിക്കുന്നു. കർത്താവെ, എങ്ങനെ ജീവിക്കും എന്ന് വിചാരിച്ച് ഒരു വഴിയും കാണാതിരിക്കുന്നവർക്ക് ഇന്ന് നീ വഴി കാണിക്കണം കർത്താവെ. 17 മണിക്കൂറിനുള്ളിൽ അവർക്ക് വഴി കാണിക്കാൻ വേണ്ടി പരിശുദ്ധമതയും അതവനെ ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയ ദൈവവേദന ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ നിയമത്തിൻ്റെ കാർക്കശ്യം കഴിഞ്ഞ മാസം 5 മാസം മുമ്പ് നസ്രുള്ള ഇസ്രയേൽ സൈന്യം കൊന്നൊരു ദിവസം ഞാൻ ഇസ്രയേലിലുണ്ടായിരുന്നു. അപ്പം ഞാനവിടെ 3-4 സ്ഥലത്ത് ധ്യാനിപ്പിച്ചു. ജെറുസലേം, അതുപോലെ തന്നെ ജോപ്പ, തെല്ലവീവ്, കുറേ സ്ഥലത്ത് ധ്യാനിപ്പിച്ചു. അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം ആകുമ്പോൾ തന്നെ പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. ഇത് യുദ്ധം നടന്നാൽ എന്താ പോകാൻ അതെനിക്കറിയാം. ശനിയാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ്. ആ ജനം ഇന്നും ആ സാമ്പത്തിക മോഡലാണ്. ഇപ്പം ഞാൻ അവിടുത്തെ അച്ഛനോട് തന്നെ സാമ്പത്തിൻ്റെ ഇത്രയും കടകമ്പളങ്ങളൊക്കെ വെള്ളിയാഴ്ച തന്നെ അടച്ചേക്കണേ വൈകുന്നേരം ആകുമ്പോൾ തന്നെ. ശനിയാഴ്ച തുറക്കണ പ്രശ്നമില്ല. അപ്പം ഞാൻ അവിടുത്തെ അച്ഛനോട് ചോദിച്ച്, ഇത് ഭയങ്കര സ്ട്രിക്റ്റ് ഒബ്സർവേഷൻ ആണല്ലോ എന്ന് പറഞ്ഞ, ഒബ്സർവേഷൻ തന്നെയല്ല അച്ഛാ. ഇപ്പം ഒരു ആളിനെ രോഗം പിടിയോട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ അവരെ അടുത്ത മുറിയിലുള്ള ആളെ അറിയിക്കണമെങ്കിൽ കോളിംഗ് ബെൽ അടിക്കണ്ടേ? കോളിംഗ് ബെൽ അടിക്കുമ്പോൾ സാപത്തിൽ കോളിംഗ് ബെൽ അടിക്കണത് പറ്റാത്തത് കൊണ്ട് അതൊരു വർക്കല്ലേ, അതുകൊണ്ട് ഇവർ കോളിംഗ് ബെൽ അടിക്കത്തില്ല. ആളവിടെ കിടന്ന് ചത്തെന്ന് പറഞ്ഞാൽ ശരി, കോളിംഗ് ബെൽ കൈവൊക്കെ കോളിംഗ് ബെൽ അടിക്കണ പ്രശ്നമില്ല. അത്രയും സ്ഥിരമായിട്ട് ഇന്ന് ഈ കാലത്ത് ഫോളോ ചെയ്യുന്നുണ്ട്. അത് കേട്ടോ എനിക്ക് അത്ഭുതപ്പെട്ടു പോയി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇങ്ങനെ ഒരു സാബത്ത് ദിവസമാണ് ഈശോ വിളഞ്ഞു കിടന്നിരുന്ന വയലിലൂടെ ആ ശിഷ്യന്മാരോടൊത്ത് യാത്ര ചെയ്തത്. നോക്കിയേ, ഇക്കാര്യങ്ങളിൽ പോലും കോളിംഗ് ബെൽ അടിക്കണ പോലും സാബത്ത് വിരുദ്ധമാണെന്ന് മനസ്സിലാക്കുന്നതിൽ ഇന്ത്യക്കാരെയും അല്ലെങ്കിൽ ഫിലിപ്പീൻസിനെ അവർ കൊണ്ടു നടത്തിയിട്ട് സാബത്ത് മുഴുവൻ അവിടെ ഉള്ള ഓട്ടം ആ വീട്ടിൽ അറിയിക്കണതും സംസാരിക്കണതും നടക്കണതും എല്ലാം അവർക്ക് വേണ്ടി നടക്കണതും ഫിലിപ്പീനികളും മലയാളികളുമാണ് ഈ ഇസ്രയേൽക്കാർക്ക് വേണ്ടി നടത്തുന്നത്. ഇപ്പോഴും പോലും ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ എന്ത് സ്ട്രിക്റ്റായിട്ടാണ് അവരെ ഫോളോ ചെയ്യണമെന്ന് നോക്കിയേ. അപ്പോൾ ഈ ഈശോൻ്റെ കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു സാബത്ത് ദിവസമാണ് വിളഞ്ഞു കിടക്കുന്ന വയലിലൂടെ അവർ വരുമ്പോൾ ശിഷ്യന്മാർ അവർ ഗോതമ്പുകൾ പറിച്ച് കയ്യിലിട്ട് തിരുമ്മി തിന്നാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു പറയണത് ഈശോയുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്നാണ്. ഈ ഒരു സമൂഹത്തിൽ അപ്പം നിയമജരും ഫരിസേയരും ഈ പ്രതികളെ കൈയോടെ പിടിച്ച് അപ്പോൾ അവരെ കർത്താവ് ജാമ്യത്തിൽ എടുക്കണം കണ്ടിട്ടില്ലേ? മത്തായി 12:1. അക്കാലത്ത് ഒരു സാപത്തിൽ യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോവുകയായിരുന്നു. അവന്റെ ശിഷ്യന്മാർക്ക് വിശന്നു. അവർ കതിരുകൾ പറിച്ചു തിന്നാൻ തുടങ്ങി. ഫരിസേയർ ഇത് കണ്ട് അവനോട് പറഞ്ഞു. ഫരിസേയർ എന്ന് പറയണത് ഈശോന്റെ കാലത്തുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ലോയാണ്. അതായത് അവർ തോറ എന്ന് പറയുന്ന അവരുടെ 5 പുസ്തകങ്ങളിലെ ബൈബിളിലെ, അത് മാത്രമല്ല ആ തോറയുടെ റബിമാരുടെ കുറേ ലിറ്ററേച്ചറുണ്ട്, നിയമങ്ങളുണ്ട്, റബീനിക് ലോസ്. അതിൻ്റെ ഓറൽ ട്രഡീഷനാണത്, വാക്കാൽ പറഞ്ഞു വരണത്. അതെല്ലാം പാലിച്ച്
സൂക്ഷ്മതയോടെ പാലിച്ച് ജീവിക്കുന്ന ഒരാളാണ്. കർക്കശമായിട്ടുള്ള റിജ അവരുടെ വായിച്ചത് വിട്ടു ഇവർ കാരണം ഇത് ഈശോ പറഞ്ഞ വാക്ക് തന്നെ ഈശോക്ക് എന്താണ് ബദലായിട്ട് വരും. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാവുന്നില്ലേ, അത് തിരിച്ചു വരും. എന്താ കാര്യം? ഇവർ സാപത്ത് പോലും ലംഘിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇതാണ് ഫലം. അപ്പോസ്തലന്മാരാണല്ലോ ഈശോയുടെ ഫലം, ഈശോയെല്ലാം മരം. അപ്പോൾ ആ ഒരു രീതിയിൽ ഈശോനെ ഇവർ ഗൺ പോയിന്റിലാക്കും. അപ്പോൾ ഈ ഗൺ പോയിന്റിൽ അവർ കുടുക്കി ഹുക്ക് ചെയ്ത് കളഞ്ഞേ. ഈ ഹുക്കിൽ ഇന്ന് കർത്താവ് ഇങ്ങനെ തന്ത്രപരമായിട്ട് രക്ഷപ്പെടുന്നതുണ്ട്. അതിൻ്റെ അത് പിന്നിൽ എന്താ രസം വെച്ചാൽ കർത്താവ് ഒരു ചോദ്യം അവരോട് ചോദിക്കും. 12:3 അവൻ പറഞ്ഞു വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ദൈവഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ സഹചരന്മാർക്കോ ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിച്ചതെങ്ങനെ? അപ്പോൾ അതൊക്കെ ഇവർ ജാമ്യത്തിലെടുക്കാൻ വേണ്ടി അപ്പം നിയമം കർക്കശമാണെങ്കിലും വിശപ്പ് അതിനേക്കാൾ കർക്കശമായിട്ട് കർത്താവ് മനസ്സിലാക്കി. നിയമത്തെക്കാൾ വലുതാണ് വിശപ്പ് എന്നുള്ളത് ഈശോയുടെ ഏറ്റവും വലിയ ഫൈൻഡിങ്സാണ്. ഇത് വെച്ച് അപ്പോസ്തലന്മാർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ്. അപ്പോസ്തലന്മാർ പേടിച്ചിരിക്കുകയായിരുന്നു, ഒരു ഡിസ്മിസൽ ഉറപ്പാണെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ കർത്താവിൻ്റെ അനന്ത കാരുണ്യം, ഈ കാരുണ്യം തന്നെയാണ് ഈ അണ്ടർസ്റ്റാൻഡ്. കാരുണ്യമെന്ന് നമ്മൾ പറയും, പക്ഷെ അതല്ല, അത് ശരിക്കും പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ് ലവാണ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.